ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പത്മകുമാറിനെ കാണാം. കാരണം വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. രാവിലെ മുതൽ നമ്മൾ പറയുന്നതാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട് SIT കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ, ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. അതിനുശേഷം നിർണായകമായ അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. പത്മകുമാറിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എത്തിച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരൻ എന്നുള്ള നിലയിലേക്കാണ് അന്വേഷണ സംഘം പത്മകുമാറിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പല തവണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്നു എന്ന തരത്തിലേക്കുള്ള നിർണായകമായ കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് ആ തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഴുതും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ പത്മകുമാറിലേക്ക് വൈകിയാണെങ്കിൽ പോലും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ടായിരുന്നു നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ടായിരുന്നു, നോട്ടീസ് നൽകിയിട്ടുണ്ട്, പത്മകുമാർ ഹാജരായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പത്മകുമാറിലേക്ക് എത്താത്തത് എന്നുള്ളത്. പക്ഷേ അവിടെയെല്ലാം കൃത്യമായ തെളിവ് ശേഖരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വൈദ്യ പരിശോധന നടക്കുകയാണ്. ഇനി മറ്റ് നടപടികളിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. വളരെ നിർണായകമായ അറസ്റ്റാണ്. വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ മുൻപിലുണ്ടായിരുന്ന സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞു ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതിന്റെ നിർണായക വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്ന ആ സമയത്തെല്ലാം തന്നെ പത്മകുമാറിലേക്ക് നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ തേടുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേ പത്മകുമാറിനെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ കണ്ടത്. പക്ഷേ ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്ന് മാത്രം. നമ്മളോട് വല്ലാതെ കയർക്കുന്ന പത്മകുമാറിനെ നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടങ്ങളിൽ. കാരണം പത്മകുമാറിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ അദ്ദേഹം നമ്മളോട് പ്രകോപനമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലൊടുവിൽ മാതൃഭൂമി ന്യൂസ് തന്നെ ആ വാർത്ത, പ്രത്യേകിച്ച് ഈ പത്മകുമാർ അറസ്റ്റിലായി എന്നുള്ള വാർത്ത ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ കന്റോൺമെന്റ് SHO അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. താൻ അത്ര പതറിയിട്ടില്ല, താൻ അങ്ങനെ പതറിപ്പോയ ഒരാളല്ല എന്ന് വരുത്താൻ പത്മകുമാർ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത്. കൂളാണ് ഞാനെന്ന് വരുത്താൻ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ കൂടെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നടപടികൾക്കെല്ലാം അദ്ദേഹം വിധേയനാകുന്നുമുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ അന്വേഷണവുമായി ആദ്യഘട്ടത്തിലൊന്നും പത്മകുമാർ സഹകരിച്ചില്ല എന്നുള്ള കാര്യം. കാരണം SIT വിളിച്ചപ്പോഴൊന്നും അദ്ദേഹം വന്നിട്ടില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ തന്നെയാണ് പത്മകുമാറിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നു, പത്മകുമാറാണ് മുഖ്യ ആസൂത്രകൻ എന്ന നിലയിലേക്ക് SIT വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു, അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ തന്നെയാണ്. ആ വാർത്ത ഞാൻ കൊടുത്ത ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറിനകം പത്മകുമാർ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തു. ആ യാത്ര അവസാനിച്ചത് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ്. പിന്നീട് നമുക്ക് അടുത്ത വാർത്ത കൊടുക്കേണ്ടി വന്നു, പത്മകുമാർ ചോദ്യം ചെയ്യലിൽ എന്നുള്ള വാർത്ത. 2:30 കഴിഞ്ഞപ്പോൾ നമ്മൾ കൃത്യം 3 മണിക്കാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഞാനത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സംശയം കൂടി എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ അറസ്റ്റ് നടപ്പാക്കി കഴിഞ്ഞാൽ പത്മകുമാറിൻ്റെ എന്തൊക്കെ വിശദാംശങ്ങളാണ് പുറത്തു വരാനുള്ളത്, അദ്ദേഹത്തിന് എന്ത് റോളിലാണ്, അതിനും ഉത്തരം അല്പസമയത്തിനകം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. അതിൽ മുഖ്യ ആസൂത്രകൻ എന്ന മാത്രമല്ല സാമ്പത്തികമായ നേട്ടം പത്മകുമാർ ഉണ്ടാക്കി എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി മാതൃഭൂമി ന്യൂസ് ആ ഘട്ടത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒരുപക്ഷെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതും ഈ നമ്മുടെ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും മൂലകാരണമായി ഭവിച്ചതും മാതൃഭൂമിയാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ 1998 സെപ്റ്റംബർ മാസത്തിലെ പത്രക്കടലാസാണ്, ആ പത്രത്താളാണ്. അതൊരു പക്ഷേ പൊൻതെളിവായി ഒരു എക്സിബിറ്റായി കോടതിയിൽ വിചാരണ വേളയിൽ എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അത് വാർത്ത നമ്മൾ അന്ന് പുറത്തുവിട്ടപ്പോൾ ദേവസ്വം വിജിലൻസ് അത് നമ്മുടെ പക്കൽ നിന്ന് വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ആ വാർത്തയിലായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണ്ണമാണ്, തനിത്തങ്കമാണ്, 24 ക്യാരറ്റ് തനിത്തങ്കമാണ് എന്നുള്ള വിശദാംശങ്ങൾ. അന്ന് മുതൽ അതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കാണാതെ പോയ
പീഡങ്ങൾ കണ്ടെടുത്തു എന്ന വാർത്ത മുതൽ മാതൃഭൂമി ന്യൂസ് വിടാതെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഓരോ ഡെവലപ്മെന്റ്സും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഇതാ ഒടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റ് വാർത്തയും ആദ്യം പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് എന്നുള്ള കാര്യത്തിലും ഒട്ടും പേടിക്കേണ്ട. പ്രേക്ഷകരിലേക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വാർത്തകളും മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ സ്വർണ്ണക്കൊള്ളയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ കോടതിയും SIT നീങ്ങുമ്പോൾ